വെൽക്കം ബാക്ക് ടു അർമാൻഡോ ബോക്സിംഗ് സീരീസ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഗം ഷീൽഡ്. ഗം ഷീൽഡ് എന്ന് പറയുന്നത് നമ്മൾ റിങ്ങിൽ അല്ലെങ്കിൽ സ്പാർ ചെയ്യുന്ന സമയത്ത് മൗത്തിൽ വെക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ സ്പാർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒപ്പോണൻറ്റ് നിങ്ങളുടെ മുഖത്തിന് പഞ്ച് ചെയ്തു. ഈ പഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഈ താടിയെല്ലാം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ നിങ്ങളുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അതിന് മീൻസ് പൊട്ടൽ വരാൻ അല്ലെങ്കിൽ അതിന് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ നിങ്ങളുടെ ഈ മോണ, അതായത് മൗത്തുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും, നിങ്ങളുടെ ലിപ്പ് ആൻഡ് ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു ഹെഡിന് ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരുന്ന എല്ലാ ഏരിയയ്ക്കും ക്ഷതം സംഭവിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഇഞ്ചുറി സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഗം ഷീൽഡ് വെക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഗം ഷീൽഡിന് തന്നെ നമുക്ക് മൗത്ത് ഗാർഡ് എന്നും പറയാം, ഈ ഒരു ഇഞ്ചുറീനെ ഒരു പരിധി വരെ നിങ്ങൾക്ക് തടയാൻ അല്ലെങ്കിൽ ആ വരുന്ന ഇമ്പാക്റ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? ഗം ഷീൽഡിനുണ്ട്. ഗം ഷീൽഡ് തന്നെ 3-4 വേരിയേഷൻസ് ഉണ്ട്. നമ്മളെ നാട്ടിൽ പൊതുവെ കിട്ടുന്നത്, ഒരു സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്നതെന്ന് പറയുന്നത്, ഇതിപ്പോൾ ഏറ്റവും USA എന്ന ബ്രാൻഡിൻ്റെ ഒരു ഗം ഷീൽഡാണ്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വരുന്നത് ഇത്തരത്തിലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതൊരു തെർമോപ്ലാസ്റ്റിക്, ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് ഒരു തെർമോപ്ലാസ്റ്റിക് ആയിരിക്കും. ഇതിനെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, എപ്പോഴും ഇതിൽ ലാർജ്, മീഡിയം എന്നൊന്നുമില്ല, ഒരു യുണീക്ക് സൈസിലായിട്ടാണ് വരിക. അപ്പോൾ ഇതെല്ലാവരുടെ മൗത്തിനും എന്താവണമെന്നില്ല, കറക്റ്റായിട്ട് ഫിറ്റ് ആവണമെന്നില്ല. നിങ്ങളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു തിളപ്പിച്ച വെള്ളത്തിൽ, ഈ 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്ന വെള്ളം വേണമെന്നില്ല, ഒരു ലൈറ്റ് ബോയിൽ വാട്ടറിൽ എന്ത് ചെയ്യുക, ഇത് ഒരു മിനിറ്റ് ഇടുക അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പല്ല് അതിലേക്ക് കടിച്ച് പിടിക്കുക. അപ്പം നിങ്ങളുടെ മൗത്തിനനുസരിച്ച് ഇതെന്ത് ചെയ്യും, തണുക്കുന്ന സമയത്ത് സെറ്റായി വരും. അങ്ങനെയാണ് നമ്മൾ പൊതുവെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കംഫർട്ട് ആവുന്ന ഒരു ഗം ഷീൽഡ് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ അപ്പറും ലോവറും. ഇപ്പം ഇതിൽ ഒരെണ്ണമേ ഉള്ളൂ, ഒറ്റ സിംഗിൾ പീസാണ് ഇതിലുള്ളത്. എന്നാൽ ഇങ്ങനത്തെ 2 പീസ് വരുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതെന്തെന്ന് വെച്ചാൽ, ഒന്ന് അപ്പറിലും ഇടാം, ഒന്ന് ഇങ്ങനെ തിരിച്ച് ലോവറിലും ഇടാം. അപ്പറിൽ ഇടുന്നതിൻ്റെ, അതായത് ഇപ്പം പൊതുവേ എല്ലാവരും ബിഗിനേഴ്സ്, അമേച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് സിംഗിൾ പീസാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടെ ബ്രീത്ത് എടുക്കാൻ കുറച്ചുകൂടെ കംഫേർട്ട് ഫീൽ ചെയ്യുക സിംഗിളായിരിക്കും. എന്നാൽ ചില മത്സരങ്ങളിൽ ബൈ റൂൾ പ്രകാരം എന്താണ്, ഡബിൾ ഗാർഡ് വേണമെന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് സിംഗിൾ ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഇത് ആകെ ഐ തിങ്ക് 80 റുപ്പീസേ ഉള്ളൂ USA-ൻ്റെ. ഇതിൻ്റെ തന്നെ ഒരുപാട്, ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കളേർഡ്, കുറേ ചിത്രങ്ങളെല്ലാം ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മൗത്ത് ഗാർഡുകൾ കാണാം. ഇതൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇതും ആ ഒരു ഗം ഷീൽഡും തമ്മിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. ആകെ വരുന്ന മാറ്റം എന്ന് പറയുന്നത്, ആ വരുന്ന കളറും അവർ കുറച്ചുകൂടെ എന്താ കളർഫുൾ ആയിരിക്കും. എന്നാൽ നിങ്ങളൊരു ഡെൻ്റൽ ഡോക്ടർ അടുത്തൊക്കെ പോയിട്ട് നിങ്ങളുടെ പല്ലിനെ, അതായത് നിങ്ങളുടെ മൗത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ഗം ഷീൽഡുകൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ മൗത്ത് ഗാർഡുകൾ ഉണ്ടാക്കാൻ പറ്റും. കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് പ്രോ ഫൈറ്റേഴ്സ് എല്ലാവരും അത്തരത്തിൽ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഗം ഷീൽഡുകൾ ഉണ്ടാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മാക്സിമം ഇത് നിങ്ങൾക്കൊരു 6 to 12 മന്ത്സാണ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കളറും കാര്യങ്ങളെല്ലാം മാറിയിട്ട് നമുക്കത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബെറ്റർ എന്ന് പറയുന്നത് ഒരു 6 മുതൽ 12 മാസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങളിതൊരു റെഗുലർ യൂസ് ചെയ്യുന്ന സംഭവമാണെങ്കിൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ഒരു 3 ദിവസമെങ്കിലും അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ മാറ്റുക. അതായിരിക്കും നിങ്ങളുടെ ഹെൽത്തിന്. യൂസ് ചെയ്തതിന് ശേഷം വൃത്തിക്ക് നമ്മളെന്ത് ചെയ്യുക, കഴുകി അല്ലെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയാക്കി, നമ്മൾ പിന്നീട് നിങ്ങൾക്കൊരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഗം ഷീൽഡ്
വാങ്ങുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നിങ്ങളുടെ മൗത്തിന് ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് കടിച്ചു പിടിക്കുക. ഇമ്പാക്റ്റുകൾ ഈ ഗം ഷീൽഡ് കൊണ്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ ഗം ഷീൽഡ് വെച്ചിട്ട് ഫ്രീ ആക്കി വെക്കരുത്. അപ്പോൾ നിങ്ങളുടെ ടങ്കെല്ലാം കടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും വായിൽ ഗം ഷീൽഡ് വെച്ച് കഴിഞ്ഞാൽ കടിച്ചു പിടിക്കുക. ഇതാണ് ഗം ഷീൽഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.